ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കൈത്താക്കാലത്തിൻ്റെ ഫലാഗമന കാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. എല്ലാ വർഷവും കൈത്താക്കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച 12 അപ്പോസ്തലന്മാരുടെ തിരുനാൾ ആഘോഷിക്കും. ആ തിരുനാൾ ആഘോഷത്തോടെയാണ് നമ്മൾ കൈത്താക്കാലത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കർത്താവ് അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്നും ആ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം അപ്പോസ്തലന്മാർ എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ സുവിശേഷം മുഴുവനും പറഞ്ഞു വെച്ചിരിക്കുക. ഇന്നത്തെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രഭാതാരാധനയിലൊക്കെ ധ്യാനിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ധ്യാനിക്കും. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. അതാണ് വചനം. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ നിങ്ങൾ കൊടുക്കുവിൻ. എന്താണ് ദാനമായി അപ്പോസ്തലന്മാർക്ക് കിട്ടിയത്? എന്തായിരിക്കും ദാനമായി കിട്ടിയത്? അവർക്ക് കിട്ടിയത് പരിശുദ്ധാത്മാവിനെയാണ്. ദാനമായി കിട്ടിയതാണ് പരിശുദ്ധാത്മാവിനെ. അതുകൊണ്ട് അപ്പോസ്തലന്മാരോട് കർത്താവ് പറയാണ്, ഈ ദാനമായി കിട്ടിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികളോളം പോയി എല്ലാവർക്കും സൗജന്യമായി ദാനമായി തന്നെ കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലേക്കും ഈ ഒരു വചനത്തെ എടുത്തു വെച്ച് ധ്യാനിക്കാനായിട്ട് പറ്റണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതുപോലെ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലന്മാർക്ക് കിട്ടിയത് പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചത് അവരിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു നിന്നുകൊണ്ടാണ്. ആ അഭിഷേകം നിറഞ്ഞു നിന്നത് കട്ടായി പോയാൽ എന്ത് സംഭവിക്കും? കർത്താവ് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് സംഭവിക്കും. അതെന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നഷ്ടമായാൽ എന്ത് സംഭവിക്കും? അരപ്പട്ടയിൽ സ്വർണവും വെള്ളിയും ചെമ്പും കൊണ്ട് നിറയ്ക്കും. ഇനി അടുത്ത വരി ഇങ്ങനെ പറയാണ്, അടുത്ത വചനം: യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. സ്വർഗരാജ്യം പ്രഘോഷിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്, വചനം അനുസരിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളപ്പോൾ മാത്രമാണ്. ഈ അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ സ്വത്ത് സമ്പാദിച്ചു കൂട്ടും, നമ്മൾ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങും, ചെരുപ്പുകൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ നമുക്കിടേതായിട്ടുള്ള സൗകര്യങ്ങൾ, വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ധ്യാനിക്കണം, നമ്മൾ ദൈവരാജ്യ പ്രഘോഷണത്തിനാണോ മുൻതൂക്കം കൊടുക്കുന്നത്? നമ്മുടെ അലമാരിയിൽ ഇങ്ങനെ അട്ടിയട്ടിയായിട്ട് വസ്ത്രങ്ങൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? നമുക്ക് ഒരു ചെരുപ്പാണോ ഉള്ളത്, അല്ലെങ്കിൽ 3, 4, 5 ജോഡി ചെരുപ്പുകളുണ്ടോ? വെറുതെ ഒന്ന് ധ്യാനിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അത് കർത്താവിന്റെ വചനം എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ, എന്തുമാത്രം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ, അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞവന് വൈക്കോലിന് തീ പിടിച്ച പോലെയാണെന്ന് പറയുന്നത്. അത് കെടുത്താനായിട്ട് എളുപ്പമല്ല. പൊട്ടി അതങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ആത്മാവ് കെട്ടുപോയാൽ, ആത്മാവിന്റെ ഉറ കെട്ടുപോയാൽ പിന്നെ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയും. ക്രിസ്തുവിനെ പ്രഘോഷിക്കണം എന്നുള്ള ലക്ഷ്യം മാറിയിട്ട് നമ്മുടെ ജീവിതം കൂടുതൽ എങ്ങനെ സന്തോഷപ്രദമാക്കാം, എങ്ങനെ സൗകര്യപ്രദമാക്കാം, എങ്ങനെ സുഖപ്രദമാക്കാം, എങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കാം. അന്ന് അപ്പോസ്തലന്മാരെ അയച്ച അതേ പർപ്പസിൽ, അതേ ലക്ഷ്യത്തിൽ, അതേ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മളെയും അയക്കുന്നത്. നമുക്ക് ഈശോ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് അരപ്പട്ടയിൽ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ ഭാരമായിട്ട് നമുക്ക് പിന്നീട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് ധ്യാനിക്കാം. എൻ്റെ കർത്താവെ, അങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകം ഇല്ലാത്തിടത്തോളം ഭൗതിക കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധ വയ്ക്കും, കരുതി വയ്ക്കും, കൂട്ടിവെക്കും. അതെൻ്റെ ആത്മാവിന് ദോഷമായി മാറും. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നിറയ്ക്കണമേ. എല്ലാം പങ്കുവച്ച് കർത്താവിൻ്റെ മുമ്പിൽ എപ്പോ വിളിച്ചാലും എൻ്റെ കർത്താവെ, നിന്റെ അരികിലേക്ക് വരാൻ ഞാൻ തയ്യാറാണെന്നുള്ള മനോഭാവത്തോടെ ജീവിക്കാൻ വലിയ കൃപ തരണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.